ഷാ ഫുഡ്സിൻ്റെ ഈ കവറിൽ എന്താണെന്നല്ലേ വേണ്ട ഈ ഐറ്റാണ് നമ്മുടെ കയ്യിലോട്ട് വന്നേക്കുന്നത്. 2 പുട്ടുപൊടി, ബീട്രൂട്ടിൻ്റെയും 1 ക്യാരറ്റിൻ്റെയും. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി പുട്ടുപൊടികളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. പണ്ടൊക്കെ പുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒറ്റ പുട്ടുള്ളൂ, അരിപ്പുട്ട്. അപ്പോൾ ഇന്നിവിടെ രാവിലെ ചായക്ക് പുട്ടാണ് ഉണ്ടാക്കുന്നത്, ബീട്രൂട്ടിൻ്റെ പുട്ട്. ഒരു സൈഡിൽ പുട്ടിനുള്ള കടലക്കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പാക്കിംഗ് പറയുകയാണെങ്കിൽ അടിപൊളി പാക്കിംഗ് ആണ്. പിന്നെ ഇതിൽ കാണുന്ന കറുപ്പ് ചായപ്പൊടി പോലെ കാണില്ലേ, അതൊക്കെ ബീട്രൂട്ടാണ് കേട്ടോ. നമ്മൾ പുട്ടിന് എങ്ങനെയാണ് പൊടി കാണുന്നത്, തരി തരി ആയിട്ടുള്ളതല്ലേ, അതേപോലെ തന്നെയാണ് ഇതിൽ ബീട്രൂട്ട് ഇട്ടത്. ഭയങ്കര നൈസായിട്ടുള്ള പൊടി പോലെയല്ല ഇട്ടേക്കുന്നത്. പിന്നെ ഇത് കുഴയ്ക്കുന്നതൊക്കെ നമ്മൾ നോർമൽ പുട്ട് കുഴയ്ക്കുന്ന രീതി തന്നെയാണ് ഇത് കുഴയ്ക്കേണ്ടതും. കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ലൊരു സോഫ്റ്റ്നെസ് അതിലുള്ളത്. പുട്ട് ചുട്ടപ്പോൾ നല്ല സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ പുട്ടിന്. സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ ഞാൻ ആ ഫോട്ടോയിലൊക്കെ കണ്ടപ്പോൾ നല്ല ചുമന്ന കളറിലാണ് പുട്ട് കണ്ടിരുന്നത്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു യെല്ലോയിഷ് ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ആ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ അതേപോലെ അതിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ചെറിയ മധുരിപ്പുണ്ട്. കറിയൊന്നും വേണ്ടിയില്ലായിരുന്നു, കറി വെക്കേണ്ടിയില്ലായിരുന്നു. അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുമായിരുന്നു പുട്ട് മാത്രമായിട്ട്, വേറെ ഒരു സാധനം സൈഡായിട്ടില്ലാതെ തന്നെ. വല്ലപ്പോഴും ഇങ്ങനത്തെ പുട്ടൊക്കെ കഴിക്കണം തോന്നുമ്പോൾ ഇനി വീട്ടിൽ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കി കഴിക്കണമെന്നില്ല, നമുക്ക് ഇങ്ങനത്തെ റെഡിമെയ്ഡൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. എന്തായാലും ഇതിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.